24 ബിഗ് ബ്രേക്കിംഗ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ICU പീഡന കേസ് അതിജീവിതയെ പിന്തുണച്ച നഴ്സ് PB അനിതയ്ക്ക് വീണ്ടും നിയമന ഉത്തരവ് നൽകാൻ സർക്കാർ തീരുമാനമായിരിക്കുന്നു. DMEക്ക് നിർദ്ദേശം നൽകിയെന്നാണ് വാർത്ത. കോടതിയുടെ അന്തിമ തീരുമാനം വരും വരെ കോഴിക്കോട് ആയിരിക്കും നിയമനം എന്നും അറിയുന്നു. ദീപക് ധർമ്മമാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ദീപക്, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. അല്പസമയം മുൻപാണ് ഈ സമരത്തിന്റെ 6ാം ദിനത്തിൽ സമരത്തിലിരിക്കുന്ന PB അനിതയുടെ വാർത്ത നമ്മൾ പങ്കുവച്ചത്. പക്ഷേ ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടാവുന്നു. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? പ്രജിൻ, സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച്. അല്പം മുൻപ് മന്ത്രി ഈ ഫയലിൽ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു, രേഖാമൂലം എന്നുള്ളതാണ്. അതിനു മുൻപ് മന്ത്രി AG ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തി ആരോഗ്യമന്ത്രി എന്നുള്ളതാണ് വിവരം. അതായത് ഈ മെഡിക്കൽ കോളേജിലെ ICU പീഡന കേസുമായി ബന്ധപ്പെട്ട് നേരത്തെയുള്ള DMEയുടെ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി തന്നെ PB അനിതയ്ക്ക് എതിരെ ചാർജ് മെമ്മോ നൽകിയിട്ടുമുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥലം മാറ്റപ്പെട്ടത്. 5 പേരെ സ്ഥലം മാറ്റിയിരുന്നു. ആ സ്ഥലം മാറ്റപ്പെട്ടതിൽ അനിത ഹൈക്കോടതിയിലേക്ക് പോകുന്നു. ഹൈക്കോടതി ആ ഹർജി ഫയലിൽ സ്വീകരിച്ച് അവർക്ക് അനുകൂലമായ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നു. ആദ്യം ഹൈക്കോടതി ചോദിക്കുന്നത് DMEയോട് അവിടെ നിയമനം നൽകാൻ ഒഴിവുണ്ടോ എന്നുള്ളതായിരുന്നു. ഒഴിവില്ല, ഏപ്രിലിൽ ഒഴിവ് വരുന്നു എന്ന് പറയുന്നു. ഏപ്രിലിൽ നിയമനം നൽകണമെന്ന് പറഞ്ഞു. പക്ഷേ എന്നാൽ ഹൈക്കോടതിയുടെ ആ ഉത്തരവിനെ മാനിച്ചുകൊണ്ട് നിയമനം നൽകാൻ DME തയ്യാറായില്ല. മാത്രവുമല്ല, റിവിഷൻ ഹർജിയിലേക്ക് ആരോഗ്യവകുപ്പിൽ DME പോവുകയും ചെയ്തു. അതായത് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ, മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഈ കാര്യത്തിൽ ശക്തമായ നിലപാടാണ് എടുത്തത്. റിവിഷൻ ഹർജിയിൽ അന്തിമ തീരുമാനം വരുന്നത് വരെ നിയമനം നൽകേണ്ടതില്ല എന്നുള്ളതായിരുന്നു തീരുമാനം. പക്ഷേ എന്നാൽ മറ്റു സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് അവരുടെ നിവേദനങ്ങളും അഭ്യർത്ഥനകളും പൊതുസമൂഹത്തിൽ നിന്ന് വരുന്ന ആവശ്യവും എല്ലാം പരിഗണിച്ചുകൊണ്ട് ആരോഗ്യമന്ത്രി ഈ വിഷയത്തിൽ വീണ ജോർജ് ഇടപെട്ടു. വീണ ജോർജ് ഇതിൽ നിർദ്ദേശം നൽകി. കാരണം അന്തിമ തീരുമാനം വരുന്നത് വരെ ഇത് വെയിറ്റ് ചെയ്യേണ്ടതില്ല. അന്തിമ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാം. പക്ഷേ അടിയന്തരമായി തന്നെ ഈ നിയമ പരിശോധനകൾക്ക് ശേഷം നിയമപരമായി തന്നെ നടപടികൾ പൂർത്തിയാക്കി നിയമനം നൽകാൻ വേണ്ടിയുള്ള നിർദ്ദേശമാണ് വീണ ജോർജ്. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി തന്നെ നടത്തിയ പ്രതികരണം, ഇതിൽ വ്യക്തമായ വീഴ്ച അനിതയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്, അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് അത്തരം നിലപാടുകൾ സർക്കാർ പോകുന്നതെന്നാണ്. ഇപ്പോൾ ഇങ്ങനെ പെട്ടെന്നൊരു മാറ്റം അതെന്തുകൊണ്ടുണ്ടായി എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ല, ഇതിൽ ഒരു കാര്യം വ്യക്തമാണ്, വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നുള്ള നിലപാടിൽ നിന്നും സർക്കാർ മാറിയിട്ടില്ല. DMEയുടെ റിപ്പോർട്ടിൽ PB അനിതക്കെതിരെ കൃത്യമായ വീഴ്ച ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. PB അനിതയുടെ ചുമതലയുള്ള വാർഡിലേക്ക് അതിജീവിതയെ മാറ്റുമ്പോൾ പാലിക്കേണ്ട പ്രോട്ടോക്കോളുകൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അതിൽ സൂപ്പർവൈസറി ലാബ്സ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൽ നിന്നും സർക്കാർ അണുകിട പോലും പുറകോട്ട് പോയിട്ടില്ല. പക്ഷേ എന്നാൽ ഹൈക്കോടതിയുടെ ഉത്തരവ് വന്ന സാഹചര്യത്തിൽ റിവിഷൻ ഹർജിയിൽ തീരുമാനം എടുക്കുന്നത് വരെ ഈ നിയമനം വൈകിപ്പിക്കാനായിരുന്നു DMEയുടെ തീരുമാനം. DMEയാണ് റിവിഷൻ ഹർജി നൽകുകയും ചെയ്തത്. പക്ഷേ എന്നാൽ ആരോഗ്യമന്ത്രി ഈ കാര്യത്തിൽ, പ്രത്യേകിച്ചും ഇപ്പോൾ സമരമുണ്ട്, തെരഞ്ഞെടുപ്പ് കാലം, ഇത്തരത്തിലുള്ള എല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കാം ആരോഗ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ട് നിർദ്ദേശം നൽകി. എനിക്ക് ലഭ്യമായ വിവരം, ആരോഗ്യവകുപ്പ് സെക്രട്ടറിയുടെ ഫയലിൽ ആരോഗ്യമന്ത്രി കൃത്യമായ നിർദ്ദേശം തന്നെ നൽകി എന്നുള്ളതാണ്. ആ നിർദ്ദേശം ഇപ്രകാരമാണ്: നിയമപരിശോധനയ്ക്ക് വിധേയമായിക്കൊണ്ട് അന്തിമ വിധി വരുന്നതിന് മുൻപ് തന്നെ, അന്തിമ വിധിക്ക് കാത്തു നിൽക്കാതെ അതിന് വിധേയമാകുന്ന വിധത്തിൽ അവർക്ക് കോഴിക്കോട് നിയമനം നൽകാനുള്ള നടപടി സ്വീകരിക്കണം എന്ന് ഫയലിൽ കുറിച്ചു എന്നുള്ളതാണ് ലഭ്യമായ വിവരം. ഏതായാലും ഒരു വലിയ സമരം, വലിയ പ്രക്ഷോഭം, അതിനിപ്പോൾ പരിഹാരമാകുന്നു. PB അനിതയ്ക്ക് ഹൈക്കോടതിയുടെ ആദ്യ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കോഴിക്കോട് നിയമനം നൽകാനുള്ള നടപടി സ്വീകരിക്കാൻ വേണ്ടിയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകിയത്. പ്രജിൻ, ദീപക്, അതോടൊപ്പം തന്നെ ഈ ഏപ്രിലിൽ ഒഴിവ് വരുമ്പോൾ അവിടത്തേക്ക് നിയമനം നൽകാം, പക്ഷെ ഒഴിവ് ഉണ്ടാവുന്നില്ല. അങ്ങനെയെങ്കിൽ ഇപ്പോൾ പ്രായോഗിക തലത്തിൽ ഈ നിർദ്ദേശം വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും PB അനിതയുടെ നിയമനം ഉണ്ടാവുക? ഈ കോഴിക്കോട് അതേ ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെ തിരികെ പ്രവേശിക്കാൻ കഴിയുമോ ഇവർക്ക്? കോഴിക്കോട് ഒഴിവുകൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പ്രാഥമികമായും കോഴിക്കോട് മെഡിക്കൽ കോളേജുമായി സംസാരിച്ച സമയത്ത്. പക്ഷേ എന്നാൽ റിട്ടയർ ചെയ്യുന്ന ആൾക്കാർ ഉൾപ്പെടെ ഇത്തരം പോസ്റ്റുകൾക്ക്, അതായത് ഓപ്പൺ വേക്കൻസിയിൽ വരുന്ന പോസ്റ്റുകളിലേക്ക് റിട്ടയർ ചെയ്യാൻ പോകുന്നവരൊക്കെ റിക്വസ്റ്റ് കൊടുക്കും. ക്ലെയിമുകൾ കൂടുതലുണ്ടാകും. ഇത്തരം ക്ലെയിമുകൾ ഉണ്ട് എന്നുള്ളതൊക്കെ ഒരു വസ്തുതയാണ്. പക്ഷേ എന്നിരുന്നാലും ലഭ്യമാകുന്ന സൂചന ഇങ്ങനെയാണ്: ആരോഗ്യമന്ത്രി ഈ കാര്യത്തിൽ DMEയോട് ഈ അന്തിമ വിധി വരുന്നത് വരെ ഇത് വൈകിപ്പിക്കുക എന്നുള്ളതിൽ നിന്നും മാറി ചിന്തിക്കാൻ, അതായത് നേരത്തെ ആരോഗ്യ വകുപ്പിന്റെ നിലപാട്, DMEയുടെ അന്വേഷണം നടക്കുന്നു, അതിജീവിതയുടെ പരാതിയിലാണ് അന്വേഷണത്തിൽ 4 പേരെ കൃത്യമായി ഇവരോട് മോശമായി പെരുമാറി, ഭീഷണിപ്പെടുത്തി, അങ്ങനെയുള്ള വിവിധങ്ങളായ കുറ്റകൃത്യങ്ങൾ കണ്ടെത്തി. പക്ഷേ എന്നാൽ ഇതെല്ലാം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഈ വാർഡിന്റെ, അതായത് അതിജീവിതയെ പാർപ്പിച്ച വാർഡിന്റെ ചുമതലക്കാരി PB അനിതയാണ് എന്നാണ് DME റിപ്പോർട്ടിൽ പറയുന്നത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥലം മാറ്റം ഉണ്ടായത്. ആ സ്ഥലം മാറ്റത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അവരെ ഇടുക്കിയിലേക്കാണ് സ്ഥലം മാറ്റിയത്
എന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ ജോയിൻ ചെയ്തില്ല, അവർ നിയമ നടപടിക്ക് പോയി PB അനിത. ആ നിയമ നടപടിയിൽ ഹൈക്കോടതിയിൽ അവർക്ക് അനുകൂലമായ ഒരു വിധി ഉണ്ടാകുന്നു. ആ വിധി റിവിഷൻ ഹർജി DME പോകുന്നു. കാരണം DMEക്കാണ് ഇതിൻ്റെ ചുമതല. ആ DMEയുടെ റിവിഷൻ ഹർജിയിൽ വിധി പറഞ്ഞിട്ടില്ല. വിധി പറയുന്നത് വരെ വൈകിപ്പിക്കാനായിരുന്നു യഥാർത്ഥത്തിൽ DME തലത്തിലുള്ള ആലോചന. എന്നാൽ ആ കാര്യത്തിലാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി ഇടപെട്ടുകൊണ്ട് അത്തരമൊരു വൈകിപ്പിക്കലിൻ്റെ ആവശ്യമില്ല, അടിയന്തരമായി നിയമ നടപടികൾ പരിശോധിച്ച് അത് പാലിച്ചുകൊണ്ട് അന്തിമ വിധിക്ക് വിധേയമാകുന്ന വിധത്തിൽ എത്രയും വേഗം തന്നെ ഈ നിയമനം നൽകണം എന്ന ഒരു നിർദ്ദേശം ആരോഗ്യമന്ത്രി വീണ ജോർജ് നൽകി എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചത്. പ്രജിൻ. ശരി ദീപക്, എന്തായാലും വലിയ വാർത്തയാണ്. ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കണം എന്ന കോടതി ഉത്തരവുണ്ടായിട്ടും അത് ചെയ്യാത്ത സർക്കാർ നടപടിക്കെതിരെയാണ് PB അനിത സമരത്തിന് ഇറങ്ങിയത്. ഇപ്പോൾ 6ാം ദിനത്തിൽ സമരം എത്തുമ്പോൾ പുതിയ ഉത്തരവ്, പുതിയ തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു. അവർക്ക് എത്രയും പെട്ടെന്ന് നിയമനം നൽകുക, പുനർനിയമനം നൽകുക എന്നൊരു തീരുമാനമാണ് സർക്കാരിന്റെ ഭാഗത്തുണ്ടായത്. DMEക്ക് അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം ആരോഗ്യവകുപ്പിൽ നിന്നും ലഭിച്ചു എന്നാണ് ദീപക് ധർമ്മടം കോഴിക്കോട് നൽകിയ ഏറ്റവും പുതിയ വാർത്ത.